പശ്ചിമേഷ്യ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ ലോകത്ത് പെട്രോളിനും ഡീസലിനും എല്ലാം വലിയ രീതിയിൽ തന്നെ ഒരു ക്ഷാമം നേരിടുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മിക്ക രാജ്യങ്ങളും പെട്രോളും ഡീസലിലേക്ക് വിലയിൽ ഒരു വർധനവ് വരുത്തി എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. എന്നാൽ ഇന്ത്യ മാത്രം പെട്രോളിനും ഡീസലിനും ഒരു വർധനവും ഇതുവരെയായിട്ട് വരുത്തിയിട്ടില്ല എന്നതാണ് എല്ലാ രാജ്യങ്ങളെയും, അതായത് ലോകരാജ്യങ്ങളെ ഒന്നടക്കം അമ്പരിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവ് ഉണ്ടായേക്കുമെന്നും സാമ്പത്തിക വിശകലന ഏജൻസിയായ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻക്വിറ്റീവ്സിന്റെ ഒരു മുന്നറിയിപ്പ് പുറത്തു വന്നതോടെ പല തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ലിറ്ററിന് 25 മുതൽ 28 രൂപ വരെ വില വർദ്ധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ നിലവിൽ റീറ്റെയിൽ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും എണ്ണ ശുദ്ധീകരണ കമ്പനികൾ നേരിടുന്ന വൻ സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഇന്ധനവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് നീക്കത്തിലുണ്ടായ തടസ്സങ്ങളും കാരണം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിൽ വലിയ അസ്ഥിരത നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി അളവിൽ 13 മുതൽ 15% കുറവുണ്ടായിട്ടും അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവ് കാരണം പ്രതിദിന ഇറക്കുമതി ചെലവ് ഏകദേശം 190 മുതൽ 210 ദശലക്ഷം ഡോളർ വരെ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ. റീറ്റെയിൽ വിലയിൽ മാറ്റം വരുത്താത്തത് മൂലം എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം 270 ബില്യൺ രൂപയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി കുറച്ചതുൾപ്പെടെയുള്ള സർക്കാർ നടപടികൾ ഈ പ്രതിസന്ധിക്ക് ഭാഗികമായ ആശ്വാസം മാത്രമേ നൽകുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 29-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാൽ വില പരിഷ്കരണം ഇതിനുശേഷം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 നിലവാരത്തിൽ തുടരുകയാണെങ്കിൽ ലിറ്ററിന് 28 രൂപ വരെ വർധനവ് അനിവാര്യമാണെങ്കിലും പണപ്പെരുപ്പും അതോടൊപ്പം തന്നെ ജനരോക്ഷവും ഭയന്ന് സർക്കാർ ഈ വർധനവ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് സാധ്യത. അതേസമയം പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ തന്നെ തള്ളുകയാണ്. ആവശ്യത്തിന് പെട്രോളും ഡീസലും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത്. ഇന്ധനവില വർധനവ് സംബന്ധിച്ച് സർക്കാരിന് മുന്നിൽ ചർച്ചകളൊന്നും ഇല്ലെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇന്ധനവിലയിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവും ഇന്ത്യയിലില്ലെന്നും വിപണി നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ പ്രതിസന്ധിക്കിടയിലും റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നത് ആഭ്യന്തര വിപണിയിൽ വലിയ രീതിയിൽ ഒരു ആഘാതം ഉണ്ടാകാതെ തുടരാൻ ഇന്ത്യയെ സഹായിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത്. നിലവിൽ എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്.